നമ്മൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. നമ്മളുടെ റെസ്റ്റോറൻറ്റ് എന്തിനു വേണ്ടി കസ്റ്റമർ തിരഞ്ഞെടുക്കണം, കസ്റ്റമർ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ എങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിയുക, അതേപോലെ നമ്മുടെ റെസ്റ്റോറൻറ്റിനെ ഭാവിയിൽ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉടമ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടായിരിക്കണം. ഒരു ലക്ഷ്യസ്ഥാനം നമ്മൾ സെറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗോള് സെറ്റ് ചെയ്യാതെ ഒരു കാഴ്ചപ്പാട് സെറ്റ് ചെയ്യാതെ നമ്മളുടെ ബിസിനസ്സിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാവും. നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ സ്റ്റെക്കായി പോകുന്ന രൂപത്തിലൊക്കെ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇല്ലേ, നിങ്ങൾക്ക് പല അവസരങ്ങളിലും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന അവസരം വരെ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല രൂപത്തിൽ, അഥവാ ഒരു സക്സസ് റെസ്റ്റോറൻ്റ് ആയിട്ട്, ഒരു ഹൈ പെർഫോമൻസ് റെസ്റ്റോറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ഇത്തരം പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു വിഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിഷനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുക. നമുക്കറിയാം, ഒരു കപ്പലിനെ നയിക്കുന്ന ഒരു കപ്പിത്താന്റെ റോളിലാണ് ഒരു റെസ്റ്റോറൻറ്റ് ഉടമ എന്ന് പറയുന്ന വ്യക്തിയുള്ളത്. അപ്പൊ കപ്പലിനെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് കപ്പിത്താന്റെ കയ്യിൽ എന്തുണ്ടാവും? കോമ്പസ് ഉണ്ടാവും, അല്ലെ? ഡയറക്ഷൻസ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഇതേപോലെയാണ് ഈ വിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നത്. നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾക്കൊരു വലിയ ചലഞ്ചസ് ആയിട്ട് മാറില്ല. അതേസമയം നിങ്ങൾക്കൊരു ലക്ഷ്യമില്ല, നിങ്ങൾക്കൊരു കാഴ്ചപ്പാടില്ല, നിങ്ങൾ എന്താണോ വരുന്നത് അതിനെ നേരിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു പ്ലാനിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചലഞ്ചസുകൾക്ക് സൊല്യൂഷനുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ പ്രയാസപ്പെടും. കാരണം മുൻകൂട്ടി നിങ്ങൾ ലക്ഷ്യം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള അറിവുകളൊക്കെ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടാവും, ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാഫ് എത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും, ഇല്ലേ? അവരുടെ കൃത്യമായിട്ടുള്ള വേതനങ്ങൾ, അവർക്ക് വളരാനുള്ള അവസരങ്ങൾ എങ്ങനെ ഒരുക്കി കൊടുക്കണം, അവർ എത്രത്തോളം എൻ്റെ ബിസിനസ്സുമായിട്ട് ചേർന്ന് നിൽക്കണം എന്നുള്ളതിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിക്കില്ല? നിങ്ങളുടെ ബിസിനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്റ്റാഫ് മാനേജ്മെന്റ് ഒരു പ്രശ്നമല്ലാതായിട്ട് മാറും. ഇതുപോലെ തന്നെയാണ് കസ്റ്റമറെ ആകർഷിക്കാനുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മുൻകൂട്ടി തീരുമാനിക്കപ്പെടും. അല്ലാതെ ഓരോ അവസരത്തിൽ കസ്റ്റമർ കുറഞ്ഞു വരുമ്പോൾ എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്, കുറെ പരസ്യങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് നിങ്ങൾ പോകും. ആ പരസ്യങ്ങൾ സക്സസ് അല്ലാതായിട്ട് മാറും. അപ്പൊ നിങ്ങളുടെ ബിസിനസ് വീണ്ടും എന്താവും? സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലേക്ക് പോകും, ഇല്ലേ? അപ്പൊ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി, നല്ലൊരു കാഴ്ചപ്പാടോട് കൂടി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അതിനു വേണ്ട എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും നിങ്ങളോടൊപ്പം തന്നെ വന്നു ചേർന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് എന്ത് വേണം? മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വിഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ വിഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മളുടെ സ്റ്റാഫുമായിട്ടും നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിസ്കസ് ചെയ്ത് ഫുൾ പ്ലാനിങ്ങിലായിരിക്കണം നമ്മുടെ റെസ്റ്റോറൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ അവിടെ സ്റ്റെക്കായി നമ്മളുടെ ബിസിനസിന്റെ ഗ്രോത്ത് ഡൗൺ സ്റ്റേജിലേക്ക് പോകും. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ബിസിനസിനെ പരാജയപ്പെടുന്നതിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്യും.